ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാനിപ്പോൾ ശ്രീകണ്ഠൻ സാറിൻ്റെ തമ്മിൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടു. നല്ല പ്രോഗ്രാമായിരുന്നു. രണ്ടുപേർക്കും, സ്ത്രീപക്ഷത്തും പുരുഷപക്ഷത്തുള്ള ആൾക്കാർക്ക് സംസാരിക്കാനുള്ള നല്ലൊരു വേദി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. പക്ഷേ എന്താ പറയുക, അതിൽ ഒരു എന്താ പറയുക, അവരുടെ പേരെന്തായിരുന്നു, എന്തോ ഒരു അറപ്പൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ട് അവരെ കൂടെയുള്ള സ്ത്രീകളെയും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെയും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. വെറുതെ കിടന്നിട്ട് ചാറാപ്പറ എന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ലോജിക്കും ഇല്ലാതെ എന്തോ പറയുന്നു. അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ ഓൺലൈൻ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ബൈറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ അച്ഛനെന്തോ ഭയങ്കര മോശപ്പെട്ട ഒരു പുരുഷനാണ്, കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു കഥാപാത്രവുമായിട്ട് സാമ്യമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ വിചാരം, ഇവരുടെ അച്ഛൻ മോശമാണെങ്കിലോ അത് ഓക്കെ, ഇവരുടെ അച്ഛൻ മോശമാണ്, സമ്മതിച്ചു എന്ന് കരുതി ലോകത്തുള്ള ആണുങ്ങൾ മൊത്തം മോശമാണോ? എന്താണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് ലോജിക്കാണ് ഇവർ പറയുന്നതിലുള്ളത്? എങ്ങനെ ഏതെങ്കിലും ഒരാൾ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ആളുകൾ മൊത്തം മോശമാവുമോ? ഇവരെ വിചാരം ഇവർ പറയുന്നതൊക്കെ ഭയങ്കര മാസാന്നാണ്. ആരെയും പറയാൻ സമ്മതിക്കുന്നില്ല. ഇടയിൽ കയറിയിട്ട് അങ്ങോട്ട് കൈയൊക്കെ ചൂണ്ടി ഹൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാസമായിട്ട് ചെയ്യണം. ഭയങ്കര കോമഡി ആയിരുന്നു കണ്ടപ്പോൾ, ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം ആ ചർച്ച, 1 മണിക്കൂർ കൂടുതലുള്ള ചർച്ച കാണാനും ഇവരെ ഈ സംസാരം കൊണ്ടും വെറുതെ ആളാവാൻ വേണ്ടിയിട്ട് മാസ് കാണിച്ചിട്ട് ഞാൻ ഈ ലോകത്തുള്ള പുരുഷന്മാർക്കൊക്കെ എതിരാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അത് ഭയങ്കര മാസാന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ആ ചർച്ച കാണാനുള്ള മൂഡ് കൊണ്ടേ കളയണവർ. ഇവരെന്താണ് ഈ തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണിനും പെണ്ണിനും തുല്യത വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെപ്പോലുള്ള ആളുകൾ തുല്യത എന്നല്ല പ്രതീക്ഷിക്കുന്നത്. ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ മൊത്തം മോശമെന്ന് ഈ സമൂഹത്തിൽ സ്ഥാപിക്കണം. അല്ലാതെ ഇവർക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇവർക്ക് കുറേ റീച്ച് കിട്ടണം. റീച്ചിന് വേണ്ടി മാത്രം സംസാരിക്കണം അവർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോ ചെയ്ത സമയത്ത്, ആ കാലിക്കറ്റിൽ ആ നിരപരാധി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയെ അനുകൂലിച്ചുകൊണ്ട് ഇനി കുറേ പേര് വരുന്നേ കണ്ടില്ലേ? ഇപ്പം ഇവള് പറയുന്നുണ്ട് അതിൽ അവരെ വേട്ടയാടുകയാണ് സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് വേട്ടയാടുന്ന്? ആ പെണ്ണ് ചെയ്ത ഊളത്തരത്തിനും തെണ്ടിത്തരത്തിനും തമ്മാടിത്തരത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ അത് അവർ വേട്ടയാടുക എന്നാണ് പറയുന്നത്. ആ റീച്ചിന് വേണ്ടി മാത്രം ചെയ്ത സംഭവമല്ല അത്. അവളൊക്കെയാണ് ഇവൾ വന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഭയങ്കര മാസം എന്ന വിചാരം എന്തൊക്കെ പറയുന്നു. കഷ്ടം.